അതിവേഗത്തിൽ 50 കോടിയിൽ ഒന്നാമൻ ഇനി ആടുജീവിതം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അതിവേഗത്തിൽ 50 കോടിയിൽ ഒന്നാമൻ ഇനി ആടുജീവിതം. പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം ലൂസിഫറിന്റെ റെക്കോർഡാണ് ഇതോടെ പൃഥ്വിയുടെ തന്നെ ആടുജീവിതം മറികടന്നിരിക്കുന്നത്. പൃഥ്വിരാജ് ആ ചിത്രത്തിൽ അഭിനയിക്കുകയും ഒപ്പം തന്നെ സംവിധാനം ചെയ്യുകയും ചിത്രമായിരുന്നു ലൂസിഫർ. എന്നാൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആ ചിത്രത്തിൽ നേടിയെടുത്ത 4 ദിവസങ്ങൾ കൊണ്ട് 50 കോടി എന്ന വലിയ നേട്ടം അതിനെ മറികടക്കുന്ന രീതിയിൽ, അതും ഒരു ഓഫ് ബീറ്റ് ചിത്രത്തിലൂടെ നേടുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര ചെറിയൊരു കാര്യമല്ല. സ്വന്തം റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പൃഥ്വിരാജ്. ഏറ്റവും വേഗത്തിൽ 50 കോടി നേടിയ ചിത്രങ്ങളിൽ ഇനി ഒന്നാം സ്ഥാനക്കാരൻ ആടുജീവിതം എന്ന ചിത്രമാണ്. പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം ലൂസിഫറിന്റെ തന്നെ റെക്കോർഡാണ് ഇതോടെ പൃഥ്വിയുടെ തന്നെ ആടുജീവിതം മറികടന്നിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മലയാള സിനിമയുടെ സുവർണ്ണ നേട്ടത്തിലേക്ക് കടക്കുന്ന ആടുജീവിതത്തിന് ലോകമെമ്പാടും നിന്നും അഭിനന്ദന പ്രവാഹമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന് ഒരുപാട് മേഖലകളിൽ നിന്ന് അഭിനന്ദന പ്രവാഹം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ മാർച്ച് 28-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. ഓപ്പണിംഗ് കളക്ഷൻ മാത്രം 16.5 കോടി രൂപയായിരുന്നു. ആടുജീവിതത്തെ പ്രകീർത്തിച്ച് സിനിമ സാംസ്കാരിക മേഖലയിൽ നിന്നും നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും പൃഥ്വിരാജിനും ബ്ലെസ്സിക്കും ബെന്യാമിനും നജീബിനും സിനിമയിലെ മറ്റു താരങ്ങൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ്. അതേസമയം ആടുജീവിതത്തിന് ബഹ്റൈനിൽ പ്രദർശന അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 3 മുതലാണ് സിനിമ ബഹ്റൈനിൽ പ്രദർശിപ്പിക്കുക. നേരത്തെ GCC രാജ്യങ്ങളിൽ UAE മാത്രമായിരുന്നു സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചിരുന്നത്. ആടുജീവിതം ബഹ്റൈനിലെ തിയേറ്ററുകളിൽ എത്തുമെന്ന് ആ വാർത്ത പ്രേക്ഷകരേറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ആദ്യ ഷോയ്ക്ക് എല്ലാ തിയേറ്ററുകളിലും വലിയ തോതിൽ ഓപ്പണിംഗ് ബുക്കിംഗ് തന്നെ ലഭിച്ചിരുന്നു. ഓൺലൈനിൽ അതിന്റെ വലിയ റെക്കോർഡുകൾ കിടക്കുകയാണ്. കൂടാതെ ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിലെ സെൻസറിംഗ് മാർച്ച് 31 നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മലയാള സിനിമയുടെ കളക്ഷനിൽ വലിയ പങ്ക് GCC രാജ്യങ്ങൾ വഹിക്കുന്നുണ്ട്. കൂടുതൽ GCC രാജ്യങ്ങളിൽ പ്രദർശനം തുടങ്ങുന്നതോടുകൂടി സിനിമയുടെ കളക്ഷനിലും അത് ഗുണകരമായ മാറ്റമുണ്ടാകുമെന്ന് അനലിസ്റ്റുകൾ നിഗമനം ചെയ്യുന്നുണ്ട്. പ്ലസി സംവിധാനം ചെയ്ത സിനിമയിൽ സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസി തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വി അവതരിപ്പിക്കുന്നത്. 160-ന് മുകളിൽ ദിനങ്ങളിലായിട്ടാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടി വന്നത്. AR റഹ്മാൻ സംഗീതമൊരുക്കിയ സിനിമയുടെ ശബ്ദമിശ്രണം റസിൽ പൂക്കുട്ടിയാണ് നിർവഹിച്ചിരിക്കുന്നത്. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിൽ എത്തുന്ന ചിത്രത്തിൽ ജിമ്മി ജീൻ ലൂയിസ് ഹോളിവുഡ് നടനായിട്ട് ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനം വലിയ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. KR ഗോകുൽ, പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിഖ് അൽ ബലൂഷി, റിക്കബി എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സുനിൽ KS ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ശ്രീകർ പ്രസാദിന്റെതാണ്. അങ്ങനെ ആടുജീവിതം ഗംഭീരമായ മുന്നേറ്റമാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് തന്നെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന നേട്ടവുമായിട്ട് ആടുജീവിതം റെക്കോർഡ് കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലയാള സിനിമയിൽ പുതിയ റെക്കോർഡ് തന്നെയാണ് ആടുജീവിതം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം റെക്കോർഡ് അങ്ങനെ തിരുത്തി കുറിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇനി മമ്മൂട്ടിക്കും മോഹൻലാലിന് ശേഷം പൃഥ്വിരാജിന്റെ കാലം തെളിഞ്ഞിരിക്കൂ എന്നാണ് ആളുകളെല്ലാം പറയുന്നത്. അതേസമയം ആടുജീവിതത്തിന്റെ GCC പ്രദർശനാനുമതി ലഭിക്കുന്നത് വലിയ രീതിയിലുള്ള ആവേശമാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം GCCയിൽ ലഭ്യമാകുന്ന കളക്ഷൻ ചിത്രത്തെ എത്രത്തോളം സഹായിക്കുമെന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാവുന്ന വിഷയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.